കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബാക്കി എന്തുവാ? ക്രൂശി നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു എന്ന് പറഞ്ഞാൽ 2 ഇമ്പാക്റ്റാണ് ക്രൂശിന്റെ വചനത്തിലുള്ളത്. രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയാകുന്നു. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. നശിച്ചു പോകുന്നവർക്ക് ഇവന് ഒരു പണിയില്ല, എറണാകുളത്ത് നിന്ന് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുക. പിന്നെ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവനെ ന്യായവിധി ഇല്ല. ന്യായവിധി എന്നതോ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. 16 കൂട്ടമുണ്ട് നമുക്കറിയാം, പെട്ടെന്ന് വായിച്ചാൽ സമയം അത്രയും ലാഭിക്കാം. ന്യായവിധി എന്നതോ വെളിച്ചം എന്ന് പറഞ്ഞ എന്തുവാ മോനെ? കർത്താവായ യേശുക്രിസ്തുവിനെയാണ് വെളിച്ചം എന്നവിടെ പറയുന്നത്. വെളിച്ചം വായിച്ചു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതിനെയാണ് ന്യായവിധി എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് കർത്താവിന് ഹൃദയം കൊടുക്കാതെ, കർത്താവിന്റെ വചനം ശ്രദ്ധിക്കാതെ, അതിനെ ഗണ്യമാക്കാതെ, അത് എന്നോടുള്ള ആലോചനയല്ല എന്ന് പറഞ്ഞ് വേറെയോ ആർക്കോ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് അതിനെതിരെ മുഖം തിരിക്കുന്ന എന്റെ പ്രിയ സഹോദര, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇതിനെയാണ് ന്യായവിധി. വന്നു നിൽക്കും അവിടെ. അതുകൊണ്ട് മരിച്ചുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാരും വിചാരിക്കേണ്ട. അവസാന നാളിൽ സകലരും വന്ന് വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കും. ഹല്ലേലൂയ. ഇതിനെയാണ് ന്യായവിധി എന്ന് പറയുന്നത്. തന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാത്തതിനാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. 18-ാമത്തെ വാക്യമാണ്. തന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാത്തതിനാൽ ന്യായവിധി വന്ന് കഴിഞ്ഞു. ന്യായവിധി 1-2 ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകാം. ന്യായവിധി എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. അവൻ ന്യായവിധിയിലേക്ക് കടക്കാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലേക്ക് കടക്കുകയില്ല, നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവവചനത്തിനെതിരെ മുഖം കൂട്ടിക്കളയുന്നവനെ, പ്രസംഗം കേട്ട് 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 ഹൃദയത്തെ കഠിനമാക്കുന്നവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുകയാണ്, നിനക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഇതിനെയാ ന്യായവിധി എന്ന് പറയുന്നത്. 2-ാം വരവ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ വായിച്ചു എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവർക്കായി അവൻ വീണ്ടും വരും. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിനായി രണ്ടാമത് വീണ്ടും വരും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ അവൻ വീണ്ടും വരും. കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായിട്ട് വീണ്ടും വരും. എന്നാൽ അതുപോലെ തന്നെ ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ അവൻ വീണ്ടും വരും. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത്. 2-ാം വരവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേഗത്തിൽ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. വാച്ചിലോട്ടും ക്ലോക്കിലോട്ടും ഒക്കെ നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല.
കൃത്യസമയത്ത് ഞാൻ നിർത്തും. എപ്പം നിർത്തുന്നോ അന്നേരമായിരിക്കും കൃത്യസമയം. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒരാൾ വായിക്കുക. അതുപോലെ തന്നെ 19-ാമത്തെ വാക്യം വേറൊരാൾ വായിക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 19-ാമത്തെ വാക്യം. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും. ആരാ അവനെ കുത്തിത്തുളച്ച്? യഹൂദന്മാരാണ്. പടയാളികളാണ് കുത്തിത്തുളച്ചെങ്കിലും അതിന് കാരണക്കാർ യഹൂദന്മാരാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. പിന്നെ ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഉവ്വ് എന്ന് പറഞ്ഞാൽ എന്താ? ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്, അത് ശരി തന്നെയാണ്. ഉവ്വ് ആമേൻ. ഇത് വേദപുസ്തകത്തിൽ അതുപോലെ എഴുതി വച്ചിരിക്കുക. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. ഒത്തിരി വാക്യങ്ങൾ കർത്താവിൻ്റെ 2-ാം വരവിനെ കുറിച്ചുണ്ട്. സാന്ദർഭികമായിട്ട് ഒക്കെ അത് പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. 19-ാമത്തെ വാക്യം കൂടെ, 1:19 വെളിപ്പാട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും. അത്രയും മതി കേട്ടോ. ഈ 3 കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ 1 നീ കണ്ടത്, 2 ഇപ്പോൾ ഉള്ളത്, 3 ഇനി സംഭവിക്കാൻ ഇരിക്കുന്നത്. 3 കാര്യങ്ങൾ. നീ കണ്ടത്, ആ വാക്യങ്ങളൊക്കെ അത് വായിച്ചാൽ നല്ലതാണ്. ഈ 2-ാം വരവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ 2-ാം വരവിനെ കുറിച്ച് ഒത്തിരി ഉപദേശങ്ങളും ദുരുപദേശങ്ങളും ഉണ്ട്. 2-ാം വരവെന്ന് കാണുന്നതൊക്കെ ഞാനെടുത്തിങ്ങനെ വായിക്കാറുണ്ട്, അവരെന്താ പറയുന്നതെന്ന് അറിയാനായിട്ട്. ചില ആളുകൾ പറയുമ്പോൾ അതെന്തൊക്കെയാ പറഞ്ഞു വെച്ചതെന്ന് എനിക്കറിയത്തില്ല. വരുമെന്നോ വരത്തില്ല എന്നോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തക വാക്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വേദപുസ്തക സത്യങ്ങൾ ഉണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ ചില സത്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനെ 2 രീതിയിൽ മനസ്സിലാക്കാൻ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ മനസ്സിലാക്കി തന്നത്, 1 അവൻ്റെ 2-ാം വരവിന് 2 ഘട്ടങ്ങളുണ്ട്. 1 റാപ്ചർ, ഉൽപ്രാപണം. 2 മഹത്വപ്രത്യക്ഷത, ദ ഗ്ലോറിയസ് കമ്മിങ്. ആദ്യത്തേത് അവൻ്റെ രഹസ്യപരമാണ്, റാപ്ചർ. അത് ആരും കാണത്തില്ല. 2 എല്ലാവരും അവനെ കാണും, അവൻ വരുന്നത് കാണും. ദാറ്റ് ഈസ് ദ ഗ്ലോറിയസ് കമ്മിങ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യം. 1 നിലയങ്കി ധരിച്ചവരായ ഒരുവരെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ യോഹന്നാൻ, നമുക്കറിയാം വെളിപ്പാട് പുസ്തകം യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടാണ്. യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു. യേശുവിനെ അറിയാവുന്ന ഒരു യോഹന്നാനുണ്ട്. യേശുവിനെ അറിയാവുന്ന യോഹന്നാൻ, അത് പുൽക്കൂട്ടിൽ ജനിച്ച സൗമ്യനായ, യഹൂദനായ, മാന്യനായ, ഗുരുവായ, അത്ഭുതങ്ങൾ കാട്ടിയ സൗമ്യനായ ഒരു യേശുവിനെ യോഹന്നാൻ അറിയാം. പിന്നെ യഹൂദന്മാർ ക്രൂശിച്ച ഒരു യേശുവിനെയും യോഹന്നാന് അറിയും. നമുക്കൊക്കെ അത്രേ അറിയത്തുള്ളൂ ഇപ്പോഴും ഈ യേശുവിനെ കുറിച്ച്. ഞാൻ ആളുകളൊക്കെ സ്റ്റേജിലൊക്കെ പറയാം, യേശു വളരെ നല്ലവനാണ് അല്ലെന്നാരാണ്ട് പറഞ്ഞു. പക്ഷേ യേശുവിനെ പിന്നെ അവിടെ നിന്ന് പ്രസംഗിച്ചു നോക്കിയ അടി അപ്പം.
എന്തിനാ? നല്ലവനാണെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. വേറെ ഒന്നിനെക്കുറിച്ച് പ്രസംഗിച്ചാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. യേശു എന്നുള്ളതായ പേര് പറഞ്ഞാൽ എന്ത് കുറ്റമാണ് മോനെ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റവും യേശുവിൻ്റെ ജീവിതത്തിലില്ല. പക്ഷെ നീ അവനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. പിശാച് അങ്ങ് പിടിച്ച് കുരുടാക്കി. യേശു എന്നുള്ള പേര് പറയാൻ പാടില്ല. അവനറിയാം അവൻ്റെ അവസാനം എന്താണെന്നൊക്കെ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. എന്നാൽ പൊത്തുപൊരുത്ത ക്രിസ്ത്യാനിയുണ്ട്, ഞായറാഴ്ച ക്രിസ്ത്യാനി, ഭയങ്കര ആളായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലോട് കയറത്തില്ല. അതായത് സാധാ ക്രിസ്ത്യാനി പെരുന്നാളിലൊക്കെ വരും, പിന്നെ വരത്തില്ല. ഏതായാലും ഈ യോഹന്നാൻ കണ്ടതായ കാഴ്ച എന്ന് പറയുന്നത്, അവനതിൻ്റെ 13-ാമത്തെ വാക്യം, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണ സമയത്ത് ആളുകളൊക്കെ യേശുവിനെ കണ്ടായിരുന്നു. കണ്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ അവർ കണ്ടു. പിന്നെ യേശുവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് 10-30 വർഷം കഴിഞ്ഞതിന് ശേഷം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് സ്തേഫാനോസ് കണ്ടു സ്വർഗം തുറന്നിരിക്കുന്നതും ഇതാ പിതാവായ ദൈവത്തിന് വലതുഭാഗത്ത് യേശു ക്രിസ്തു നിൽക്കുന്നതും കണ്ടു. പിന്നെ കുറെ നാളായിട്ട് യാതൊരു വിവരവും ഇല്ല. പിന്നെ ക്രിസ്ത്യാനിനെ ഉപദ്രവിച്ച് നടന്നു ശൗൽ എന്ന് പറയുന്ന മഹാനുണ്ടായിരുന്നു. ദമസ്കോസിൽ യേശുവിൻ്റെ പേരിൽ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു കൊല്ലുവാനായിട്ട് മഹാപുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ചെന്നപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശത്തെ വെല്ലുന്ന ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം അരച്ച് കലക്കി, അല്ലെങ്കിൽ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചു പഠിച്ചവനാണ് ആരാ? ഈ ശൗല്. ശൗലിനറിയാം നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ മോനെ എത്ര പവറുള്ള ബൾബ് നീ അവിടെ കത്തിച്ചു വെക്കാൻ പോകുന്നത് അതിനെ തോൽപ്പിക്കാനായിട്ട്. നിന്റെ എത്ര വാട്ട്സ് ഉള്ളതായ ബൾബും സൂര്യപ്രകാശത്തിന് മുമ്പിൽ നട്ടുച്ചയ്ക്ക് ഒന്നുമില്ല. രാത്രി ഓക്കെ, നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശത്തെ വെല്ലുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവാണ് എന്ന് ദൈവവചനം പഠിച്ചിട്ടുള്ളതായ ശൗലിനറിയാമായിരുന്നു. ആ ശബ്ദത്തിൽ കൂടെ ചോദിക്കുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗലിനോട് ആരും പറഞ്ഞില്ല അത് കർത്താവാണെന്ന്. ശൗല് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തെ വെല്ലുന്ന വെളിച്ചമുണ്ടെങ്കിൽ അത് കർത്താവ് തന്നെയാണെന്ന് ശൗലിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചു പഠിച്ചവനായ ശൗല് ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ കേട്ടതായ ഒരു ശബ്ദമുണ്ട്, എന്താ? നീ ഉപദ്രവിക്കുന്നവനായ യേശുവാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നീ ഉപദ്രവിക്കുന്നവനായ യേശുവാകുന്നു ഞാൻ. അന്ന് യേശുവിനെ കുറിച്ച് ഒരു വിവരണം കിട്ടി. സ്വർഗാരോഹണം കഴിഞ്ഞു, സ്തേഫാനോസ് എന്ന് പറയുന്നു, പിന്നെ ശൗല് യേശുവിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഒരു കുറേ നാളത്തേക്ക് യേശുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നീട് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആത്മവിവശതയിലായിരിക്കുന്ന സമയത്ത് വെളിപ്പാട് പുസ്തകം യോഹന്നാന് കാണിച്ചു കൊടുക്കുമ്പോൾ യോഹന്നാൻ കാണുന്ന ദർശനമാണ് ഇവിടെ എഴുതി വന്നിരിക്കുന്നത്. പണ്ട് തന്റെ ഭാവനയിൽ ഉണ്ടായിരുന്ന താൻ കണ്ട പാപം പിടിച്ച സൗമ്യനായ ഒരു യേശുവിനെ അല്ല യോഹന്നാൻ അവിടെ കാണുന്നത്. അതിന്റെ വിവരണങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. 13-ാമത്തെ വാക്യത്തിൽ അവൻ നിലയങ്കി ധരിച്ചവനായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ട് അവനെ കാണുന്നുണ്ട്.
നിലയങ്കി എന്ന് പറയുന്നത് കർത്താവിന്റെ രാജത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ രാജാതി രാജാവാണ്. കേട്ടോ, ഇന്ന് ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ വോട്ട് ചെയ്തിട്ടാണെന്ന്. ശരി തന്നെയാണ്, പക്ഷേ മുകളിൽ നിന്നൊരു തീരുമാനമുണ്ടായിട്ടുണ്ട്, ഇന്നയാള് ജയിക്കണമെന്ന്. അവൻ തീരുമാനിക്കും. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ പറയുന്ന പോലൊന്നുമല്ല. നമ്മൾ പറയും കർത്താവേ അവനെ ജയിപ്പിക്കണം, ഇവനെ തോപ്പിക്കണം എന്നൊക്കെ പറയും. നമ്മൾ പ്രാർത്ഥിച്ചൊന്നും നടക്കുന്നില്ല പലപ്പോഴും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തീരുമാനം. അത് കർത്താവിൻ്റെ രാജ്യത്വമാണ്. അവൻ നീതിയുള്ള ന്യായാധിപനാണ്. അവൻ്റെ വിശുദ്ധിയെ അവിടെ കാണിക്കുകയാണ്. അവൻ നിലയങ്കി ധരിച്ചിരിക്കുന്നു. അതുപോലെ അവൻ മാറത്തെ പൊൻകച്ച കെട്ടിയിരിക്കുന്നു. ഇത് അവൻ്റെ പൗരോഹിത്യത്തെ കാണിക്കുകയാണ്. അതുപോലെ അവൻ്റെ തല, 14-ാമത്തെ വാക്യത്തിൽ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയാകുന്നു. അത് അവന്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുകയാണ്. 4-ാമത് അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് സമം. ഇതൊക്കെ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ കണ്ട കാര്യമാണ് കേട്ടോ. അഗ്നിജ്വാലയ്ക്ക് സമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല. നമുക്കൊക്കെ അസുഖം വരാറുണ്ടല്ലോ. എൻ്റെ ഭാര്യ ഒരു ക്യാൻസർ രോഗിയാണ്. മരിച്ചുപോയെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെക്കപ്പ് പോകാറുണ്ട്. നാളെ അവിടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അവിടെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പം ഡോക്ടർ പറയും ഒരു MRI ഒന്ന് എടുക്കണം കേട്ടോ, എക്സ്റേയിൽ ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, എക്സ്റേയിൽ തെളിയാത്ത കാര്യങ്ങൾ MRI ആകുമ്പോൾ കുറച്ചുകൂടെ ഷാർപ്പാണ്. അതുപോലെ കാണും. മറഞ്ഞിരിക്കുന്നതൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുവരും ഈ റേസ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവന് നമ്മുടെ നഗ്നമായ ദൃഷ്ടിക്ക് തെളിയാത്ത കാര്യങ്ങളെല്ലാം എക്സ്റേയിൽ തെളിയും കേട്ടോ, വീഡിയോയിൽ തെളിയും. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് സമം. അതുപോലെ തന്നെ എബ്രായ ലേഖനം 4-ാം 13-ാമത്തെ വാക്യത്തിൽ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. പിന്നീട് പറയുന്നത് അവൻ്റെ കാൽ ഉലയിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിൻ്റെ സദൃശ്യം, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആകുന്നു. ഗംഭീരനാദത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ഞാൻ ഇന്നത് പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കാൻ അങ്ങോട്ട് കയറാനായിട്ട് സമയമില്ല. ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഗംഭീരനാദം എന്ന് പറയുമ്പോൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശബ്ദമാണ്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ കടൽ കൂടെ പോയപ്പോൾ ഭയങ്കരമായ കാറ്റും കോളും ഉണ്ടായപ്പോൾ കർത്താവ് പറഞ്ഞു കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റിനെയും കടലിനെയും അടക്കുന്ന ശബ്ദമാണ് കർത്താവിൻ്റെ ഗംഭീരനാദം. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് പുറത്തു വന്നു. മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ചിരുന്നു. യേശു അവിടെ നിന്ന് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. യേശുവിൻ്റെ ഗംഭീരനാദം, ലാസറെ പുറത്തെ വരിക. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ്റെ ശബ്ദം. സമയമില്ലല്ലോ, ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാൾ. അവൻ്റെ വായിലെ വാൾ കൊണ്ട് അവനോട് പോരാടും. ഒത്തിരി വാക്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ അവിടെ അവസാനിപ്പിക്കുക. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആകുന്നു. ആ യേശുവിനെയാണ് യോഹന്നാൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് രാജാതിരാജാവായ, രാജപുരോഹിതനായ, വിശുദ്ധിയുള്ളവനായ, ലോകത്തെ ന്യായം വിധിക്കുന്നവനായ, ഗംഭീരനാദമുള്ളവനായ, ഇരുവായ്ത്തലയുള്ള വാളുള്ളവനായ, ഹിമം പോലെ മുടിയുള്ളവനായ, പരിശുദ്ധനായ, ന്യായം വിധിക്കുന്ന ന്യായകർത്താവായ യേശുവിനെ യോഹന്നാൻ കാണുകയാണ്. പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 7 പൊന്നിന് വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു നിൽക്കുന്നവനായ അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുകയാണ്.
7 നിലവിളക്കുകൾ 7 സഭകളാകുന്നു. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാകുന്നു. വളരെ ഗഹനമായ വിഷയമാണ്. പറയാൻ ആഗ്രഹിച്ചതിൻ്റെ പകുതി പോലും എനിക്ക് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. അവസാനിപ്പിക്കട്ടെ. 7 വിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായ യേശു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ളൊരു യേശുവല്ല. കഷ്ടത അനുഭവിച്ച ഒരു യേശുവല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് രാജപുരോഹിതനായ, നമ്മെ വീണ്ടും ന്യായം വിധിക്കാനായിട്ട് പോകുന്നവനായ, വീണ്ടും വരുവാനായിട്ട് പോകുന്നവനായ, ഈ ലോകത്തെ ഭരിക്കാനായിട്ട് പോകുന്നവനായ യേശു.